െങ്കിലും മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വൃദ്ധകാലത്താണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിച്ച അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അതിന്റെ തൽഫലമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഒരു കുഞ്ഞ് അല്ലാഹു തആല കനിഞ്ഞു നൽകുകയാണ്. നാം മനസ്സിലാക്കണം, എത്രമാത്രം അവർ ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടിയിട്ട് അവർ സഹിച്ചതായ പ്രയാസങ്ങളും ത്യാഗങ്ങളും എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. 96-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 106-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 98-ാമത്തെ വയസ്സിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുകയും വളരെ സന്തോഷത്തോടുകൂടെ മാതാപിതാക്കളോട് ഒന്നിച്ചിട്ട് ചിരിച്ചു കളിച്ച് നമ്മുടെ 3 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സുള്ള കുട്ടികൾ നമ്മോടൊപ്പം കളിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് മാതാപിതാക്കളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ മറ്റൊരു പരീക്ഷണം. ചെറിയ കുഞ്ഞിയായ കാലത്ത് ആദ്യം താമസമില്ലാത്ത മണലാരണ്യമായ മക്കയിൽ താമസിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇറാഖിൽ നിന്നും താമസമില്ലാത്ത കേവലം മണൽ കൂമ്പാരങ്ങളും മാത്രമുള്ള പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള പ്രിയപ്പെട്ട പത്നി ഹാജർ റളിയല്ലാഹു അൻഹുവിനെയും നിങ്ങൾക്കുള്ള കരളിന്റെ കഷ്ണമാകുന്ന ഇസ്മാഈലിനെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾ മടങ്ങി വരണം. അല്ലാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ കൊണ്ടുവന്നു താമസിപ്പിച്ചു. ആരുമില്ല, ജനങ്ങളില്ല, ഭക്ഷണമില്ല. ഇന്ന് നാം കാണുന്നത് പോലെ ആർഭാടങ്ങളോ ഒന്നുമില്ല. കേവലം എവിടെ നോക്കിയാലും വലിയ പൊയ്യന്റെ അഥവാ മണൽ കൂമ്പാരങ്ങൾ മാത്രം. ഒരിച്ചു വെള്ളമില്ല, ഒരിച്ചു ദാഹം ശമിപ്പിക്കാൻ ഒരിച്ചു വെള്ളമില്ല. അങ്ങനെയുള്ള മണലാരുണ്യത്തിൽ മഹാനായ ഹജർ റളിയല്ലാഹു അൻഹയെയും ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും താമസിപ്പിച്ചു. തിരിച്ചു പോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, ആരുമില്ലാത്ത ഏതെങ്കിലും മറ്റുള്ള ജനങ്ങൾ, നമ്മൾക്ക് കുടുംബക്കാരാരുമില്ല, ബന്ധുമിത്രാദികളില്ല, സുഹൃത്തുക്കളില്ല. അങ്ങനെയുള്ളതായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറ്റേ ഏതെങ്കിലും അന്യജനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ പോയി നാം നമ്മുടെ ഭാര്യ മക്കൾ താമസിപ്പിക്കുമോ? അതിനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഇല്ല. എന്നാൽ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഇറാഖിൽ നിന്നുമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ഉമ്മയെയും അതുപോലെ തന്നെ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആ കഅബയുടെ സമീപത്ത് താമസിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഒന്നാമത്തെ പരീക്ഷണം. അത് കഴിഞ്ഞു. ചരിത്രം വിശദീകരിക്കുകയില്ല. അവസാനം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങിപ്പോയി. 7-ാമത്തെ വയസ്സാകുമ്പോൾ വീണ്ടും കൽപ്പന. തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമാകുന്ന അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് തന്റെ വാർദ്ധക്യകാലത്ത് നൽകിയ സമ്മാനമായി നൽകിയ ആ പിഞ്ചോമന പൈതലിനെ അറുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന. നമ്മുടെ മക്കൾക്ക് കാലം ഒരു ദിവസം പനി ബാധിച്ചാൽ, നമ്മുടെ മക്കൾ, നിങ്ങൾക്കുള്ള മക്കൾ, അവർക്ക് ഒരു ദിവസം പനി ബാധിച്ചാൽ അന്ന് നാം ഉറങ്ങില്ല. നമുക്ക് വിഷമമാണ്, പ്രയാസമാണ്. നാം കരയുമോ? നമ്മുടെ മക്കൾക്കുള്ള ആ രോഗത്തിന്റെ കാരണം കൊണ്ട് ഒരു ഓപ്പറേഷനെ കൊണ്ടുപോകുമ്പോൾ പിന്നെ പറയേണ്ടതില്ല, നമുക്ക് സഹിക്കവയ്യ. എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ കരളിന്റെ കഷ്ണമാകുന്ന, തന്നോടൊപ്പം എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന ആ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ പ്രാർത്ഥിച്ചില്ല. ആ
കുളിപ്പിച്ചിട്ട് പുതിയ പുത്തൻ വസ്ത്രം ധരിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പറഞ്ഞേക്കണം, ഒരു വിരുന്നിന് പോകാറുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു. ഭാര്യക്കറിയില്ല, പ്രിയപ്പെട്ട മകനിക്കറിയില്ല. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ആ കൽപ്പന അതിന്റെ ഒരു വികാരം വരുത്താത്ത രൂപത്തിൽ അദ്ദേഹമതാ രാവിലെ പെരുന്നാൾ ദിവസം രാവിലെ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മാഈലിനെ ഇതുപോലത്തെ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട മകനെ പുതിയ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട്, നല്ല വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് നേരെ പോകുന്നു. മിനയിലേക്ക്, മിനാ താഴ്വരയിലേക്ക് പോകുന്നു. ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയില്ല, കയ്യിലൊരു കത്തിയുണ്ട്, വെള്ളിയുണ്ട്, കയറുണ്ട്. ആ കയറും കത്തിയുമായിട്ടാണ് പോകുന്നത് മിനയിലേക്ക്. മകനോട് പോകുന്ന സമയത്ത് പറഞ്ഞു, മോനെ, നിന്നെ കറക്കാൻ വേണ്ടി അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. നിന്റെ അഭിപ്രായമുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രിയപ്പെട്ട മകൻ തന്റെ കരളിന്റെ കഷ്ടമാകുന്ന ആ പ്രിയപ്പെട്ട മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പറയുകയാണ്, ബാപ്പാ, നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് ചെയ്തു കൊള്ളുക. എന്താണോ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യുക. എനിക്ക് വിഷമമില്ല, എനിക്ക് പ്രയാസമില്ല. അങ്ങനെ പറഞ്ഞു. അവസാനം പറഞ്ഞു, ബാപ്പാ, എന്നെ അറുക്കുന്ന സമയത്ത് എന്റെ കയ്യും കാലും കെട്ടണം, എന്റെ കയ്യും കാലും കയറുകൊണ്ട് ബന്ധിക്കണം. കാരണം ഒരു പക്ഷേ കത്തി എന്റെ കഴുത്തിൽ വെക്കുന്ന സമയത്ത് വേദന സഹിക്കുകയാതെ ഒരു പക്ഷേ ഞാൻ പിഴച്ചു പോകും. ആ പിഴക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള കൈ വളച്ചു പോകും, പറക്കാൻ സാധിക്കൂല. അതുകൊണ്ട് എന്റെ കയ്യും കാലും ഒന്നും കെട്ടണം, ശരിക്കും ഒന്ന് കെട്ടണം. എന്നിട്ട് പറഞ്ഞു, എന്റെ മുഖം ഭൂമിയുടെ ഭാഗത്തേക്ക് ആക്കി വെക്കണം. കാരണം ഒരുപക്ഷെ നിങ്ങൾ അറുക്കുന്ന സമയത്ത് എന്റെ മുഖമൊന്നാൾ കണ്ടുപോയാൽ നിങ്ങൾക്ക് എന്നെ അറുക്കാൻ സാധിക്കൂല. അതുകൊണ്ട് എന്റെ മുഖം നിങ്ങൾക്ക് കാണാത്ത രൂപത്തിൽ ഭൂമിയിലേക്ക് ആ ഭാഗത്തേക്ക് നിങ്ങൾ തിരിച്ചു കിടത്തണം. വീണ്ടും പറഞ്ഞ, പാപ്പാ, അറുക്കുന്നതിന് മുമ്പ് എന്റെ ഈ ഡ്രസ്സുകൾ ഊരിവെക്കണം, മാറ്റിവെക്കണം. കാരണം ഈ വസ്ത്രത്തിലെങ്ങാനും എന്റെ രക്തത്തിന്റെ കല പുരണ്ടുപോയാൽ ആ രക്തം എന്റെ ഡ്രസ്സിൽ വരുന്ന ഈ രക്തത്തിന്റെ കല എന്റെ ഉമ്മ കണ്ടുപോയാൽ ഉമ്മാന്റെ മനസ്സ് പിഴച്ചു പോകും, ഉമ്മാന്റെ മനസ്സ് തകർന്നു പോകും, തളർന്നു പോകും. അതുകൊണ്ട് എന്റെ ഈ വസ്ത്രത്തിൽ എന്റെ ഈ രക്തത്തിന്റെ ഒരു കര പോലും പുലരാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ഡ്രസ്സ് അയച്ചു വെക്കണമെന്ന് ആ പ്രിയപ്പെട്ട പുത്രനാകുന്ന പിഞ്ചോമന പൈതൽ, 7 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചോമന പൈതൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്, പറയുകയാണ്. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പുത്രനെ അറുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അല്ലാഹു തആല എല്ലാം കരഞ്ഞുപോയി. ലോകം മുഴുവൻ കരഞ്ഞുപോയി, ഹൃദയങ്ങൾ മുഴുവനും തകർന്നുപോയി. ആകാശമേഖലം കോടിക്കണക്കിന് വരുന്നതായ മലക്കുകൾ പോലും അവർ കരഞ്ഞുപോയി. അപ്പോഴാണ് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ആടിറക്കി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഉളഹിയത്ത് വെക്കുന്നത്. നാം ഇന്ന് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണല്ലോ ഉളഹിയത്ത്. ഉളഹിയത്ത് അത് ചെറിയ കാര്യമൊന്നുമല്ല. നാളെ മഹ്ശറയിലേക്ക് പോകുന്ന നമ്മുടെ വാഹനമാണ് ഉളഹിയത്ത്. അബ്രഹിന്ന മഹ്ശറയിലേക്ക് നമ്മെ വഹിക്കാനുള്ളതായ ഒരു വാഹനമാണ് ഉളഹിയത്ത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങൾ ഉളഹിയത്ത് ഇറക്കുന്ന സന്ദർഭത്തിൽ നല്ല മൃഗത്തെ ഇറക്കണം, നല്ല പുഷ്ടിയുള്ള, നല്ല ദാത്തുള്ള നല്ല മൃഗത്തെ നിങ്ങൾ നോക്കി ഇറക്കണം. കാരണം അത് നിങ്ങൾക്കുള്ള ആഖിറത്തിലേക്കുള്ള അഥവാ മഹ്ശറയിൽ നിന്ന് ജനങ്ങൾ മുഴുവനും ആ ഇരുട്ടം കപ്പി നടക്കുന്ന സന്ദർഭത്തിൽ വെളിച്ചമില്ല, എവിടെ നോക്കിയാലും കുരിരുട്ടാണ്.
ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നമുക്ക് ഉദയത്ത് ചെയ്ത് അർത്ഥം കൊടുക്കാൻ വേണ്ടി നാം പിന്നെ പരിശ്രമിക്കണം, അതിനു വേണ്ടി അധ്വാനിക്കണം. ഒരു പശുവാണെങ്കിൽ 7 ആൾക്ക് ഉണ്ടാക്കാൻ പറ്റും, കുറവായി തീർക്കാൻ പറ്റും. ആടാണെങ്കിൽ ഒരാൾക്ക് മാത്രം. അങ്ങനെ പ്രിയപ്പെട്ട മോമിനികളെ 3 ദിവസം കൊണ്ട് സൗകര്യമുള്ള ആള് തറുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ കോവിഡ്-19 ബന്ധപ്പെട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ, ഇതേ രൂപത്തിൽ നമ്മുടെ ലോകം മുന്നോട്ട് പോയാൽ, ഇത് കൂടുതലൊന്നും സമയമുണ്ട്, ജോലിയില്ല, ആർക്കും ജോലിയില്ല, എല്ലാം പിന്നെ സാമ്പത്തികമായ ബാധ്യത കേവലം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ സർവ്വ രാഷ്ട്രങ്ങളിലും ലോകത്തിന് സാമ്പത്തിക ബാധ്യത നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജോലിയില്ല, അതുപോലെ തന്നെ ഭക്ഷണങ്ങളില്ല, ഒന്നുമില്ല. നമ്മുടെ പൂർവികന്മാരെ പോലത്തെ ഒരു കാലമല്ല എന്റെ പ്രിയപ്പെട്ട മുമ്പിനികള്. നമ്മുടെ വയസ്സന്മാർക്കൊക്കെ അറിയാം, പണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് നിങ്ങൾ ഓർമ്മയില്ലേ അല്ലെ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അപ്പോ അരിയില്ലെങ്കിലും എന്ത് കിട്ടും? കേക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള കായ്കനികൾ കിട്ടും. കായ്കനികൾ, പിന്നെ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കായ്കൾ തിന്ന് കുറച്ച് നമ്മുടെ പഴം തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അന്ന്. കാരണം കാടുകളുണ്ട്, കൃഷികളുണ്ട്. ഇപ്പൊ ഒന്നുമില്ല. അരിയില്ലാതെയായാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാശില്ലാതെയായാൽ കായ്കനികളൊന്നും കിട്ടൂല, പട്ടിണിയിൽ മരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ മഹാമാരിയെ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന്